പുറത്തുനിന്നൊക്കെ ഫുഡ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു ഫോയിൽ കണ്ടെയ്നർ ഇല്ലേ, ഇത് ശരിക്കും ഡിസ്പോസ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. എന്നാൽ ഇത് കഴുകി വൃത്തിയാക്കി നമ്മൾ ഉണക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇത് വെച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയ 2 യൂസാണ് ഞാൻ കാണിക്കുന്നത്. ആദ്യം തന്നെ ഒരു സ്പൂണിൻ്റെയോ അല്ലെങ്കിൽ തവിയുടെയൊക്കെ ബാക്കിലുള്ള ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഭാഗം കൊണ്ട് ഇതിൻ്റെ ചുളിവൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി ഏകദേശം ഇതേ വലുപ്പത്തിലൊരു ബട്ടർ പേപ്പറും കൂടെ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിനകത്ത് വെച്ചിട്ട് ഇതുപോലെ ഒരു മൊബൈലിൻ്റെ ബോക്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോക്സിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷേപ്പിലുള്ള പാത്രത്തിന് മുകളിൽ ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക. അതായത് ആ ഒരു വെക്കുന്ന ബോക്സ് നമ്മൾ ഇതിൻ്റെ കറക്റ്റ് നടുവിൽ തന്നെ വെക്കണം എന്നേ ഉള്ളൂ. അതിനുശേഷം എല്ലാ സൈഡും ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. ഒരു മിനിറ്റ് പോലും വേണ്ട, നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നല്ലൊരു അടിപൊളി കേക്ക് ടിൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനകത്ത് നമ്മൾ ബട്ടർ പേപ്പർ വെക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ അലുമിനിയം ഫോയിൽ ചീത്തയാവത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു തവണ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു ബട്ടർ പേപ്പർ മാറ്റി കഴിഞ്ഞ് വേറെ ബട്ടർ പേപ്പർ വെച്ചിട്ട് വീണ്ടും ഇതുപോലെ കേക്ക് ടീൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എക്സസൈസ് നിൽക്കുന്ന ആ ഒരു ബട്ടർ പേപ്പറൊക്കെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇതുപോലെ തന്നെ കപ്പ് കേക്കിൻ്റെ മോൾഡാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ജാമിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ബട്ടർ പേപ്പറും അലുമിനിയം ഫോയിലും ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ചുറ്റും ഇതുപോലെ നന്നായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് വന്നോളും. അപ്പോൾ ഇത് ഇത്ര പണിയുള്ളൂ. നമ്മുടെ കപ്പ് കേക്കിൻ്റെ മോൾഡും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എക്സസ് ആയിട്ട് നിൽക്കുന്ന ഭാഗമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ ചുമ്മാ കളയുന്ന ഈ ഒരു ഫോയിൽ കണ്ടെയ്നർ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒത്തിരി ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കും കേട്ടോ.